2019 ജനുവരി 8-ാം തീയതിയാണ് റുപ്പിയമംഗ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അതായത് റുപ്പിയമംഗ് ചാനൽ തുടങ്ങിയിട്ട് 7 വർഷം തികയാണ്. നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് മ്യൂച്വൽ ഫണ്ടുകളുടെ വീഡിയോ കാണുന്നതിനായിട്ടാണ്. റുപ്പിയമംഗിന്റെ വാർഷികത്തോടനുബന്ധിച്ച് 2026 ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വന്നേക്കാവുന്ന 10 മ്യൂച്വൽ ഫണ്ടുകളെ ഒരു സീരീസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ആ സീരീസിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 കലണ്ടർ ഇയറിൽ മികച്ച ലാഭം തരാൻ സാധ്യതയുള്ള ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെയാണ് പരിചയപ്പെടുന്നത്. ഇങ്ങനെ ഈ ഫണ്ടിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാര് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പല സമയത്തും ലാഭം എടുക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു ലാഭം നേടുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ടടിക്കുന്ന 10 തെറ്റുകളിൽ ഒന്നാമത്തെ തെറ്റ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. മിക്കവാറും സാധാരണ ഇൻവെസ്റ്റേഴ്സ് വരുത്തുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് എക്സിറ്റ് ആവുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2020 മെയ് മാസത്തിൽ നമ്മുടെ രാജുമോൻ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്തു. 5 മാസം അദ്ദേഹം 20,000 രൂപ വെച്ച് അടയ്ക്കുകയും 5 മാസം കഴിഞ്ഞപ്പോൾ ആ ടോട്ടൽ 5 മാസം കൊണ്ട് അടച്ചിട്ടുള്ള 20,000 രൂപ വെച്ച് അടച്ചിട്ടുള്ള 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപയായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഈ 1.25 ലക്ഷം രൂപ അതിൽ നിന്ന് പിൻവലിച്ചിട്ട് മറ്റൊരു ഫണ്ടിലിട്ടു. അങ്ങനെ 2 വർഷം കൊണ്ട് അദ്ദേഹം 3 ഡിഫറെൻറ്റ് ഫണ്ടുകളിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നാണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നമ്മൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായത്. അങ്ങനെ ആ 1 ലക്ഷം രൂപ 1.6 ലക്ഷം രൂപയായിട്ട് അതല്ലെങ്കിൽ 1,60,000 രൂപയായിട്ട് വർദ്ധിച്ചു എന്നുണ്ടെങ്കിലും അതേ സെയിം പീരിയഡിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ 5 മാസം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതേപോലെ തന്നെ നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ കണക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ ആ ഫണ്ട് തന്നെ ഒരു 2.25 ലക്ഷം രൂപയായിട്ട് വളർന്നേനെ എന്നുള്ളതാണ്. ഈ പ്രശ്നം കൊണ്ട് രാജുമോന് എത്ര രൂപ നഷ്ടം വന്നു? 65,000 രൂപ നഷ്ടം വന്നു. അതിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ തവണ മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും നമ്മളറിയാതെ തന്നെ കുറേ കോസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുന്ന തുകകൾക്ക് മിക്കവാറും മ്യൂച്വൽ ഫണ്ടുകളിലെല്ലാം തന്നെ നമ്മൾ പിൻവലിക്കുന്ന തുകയുടെ 1% ലോഡായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങുകയും വിൽക്കുകയും തമ്മിൽ ഒരേ ദിവസം നല്ലല്ലോ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ടൈമിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ഡിലേയുടെ ഭാഗമായിട്ടൊക്കെ കുറേ ഇഷ്യൂസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ല മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് പരമാവധി മോശം അല്ലാതെ പെർഫോം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതായിരിക്കും നന്നാവുക. അതേപോലെ തന്നെ ഓരോ വർഷവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂകൾ നടത്തി മോശമാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവലിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ചുമ്മാ ഒരു കാര്യവുമില്ലാതെ രാജുമോനെ പോലെ 5 മാസം ഇൻവെസ്റ്റ് ചെയ്തു, 6ാമത്തെ മാസം പിൻവലിച്ചു, വീണ്ടും അതിൽ മറ്റൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ലാഭത്തേക്കാളേറെ നഷ്ടം വരാനാണ് സാധ്യത. അതുകൊണ്ട് സാധാരണ ഇൻവെസ്റ്റേഴ്സ് നടത്തുന്ന ഫ്രീക്വൻറ്റ് സ്വിച്ചിങ് മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരമാവധി നിങ്ങൾക്ക് ഒഴിവാക്കുന്നതിനായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക. അത്തരം ഫിനാൻഷ്യൽ സ്ട്രാറ്റജികൾ മനസ്സിലാക്കുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 2026 ഞാൻ പ്രതീക്ഷിക്കുന്ന ഏറ്റവും മികച്ച ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടിനെയാണ് ഇനി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ലോ വോളാറ്റിലിറ്റിയിലൂടെ ഒരു വാല്യൂ ഓറിയൻറ്റഡ് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മികച്ച സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഗിമ്മിക്സ് ഒന്നും കാണിക്കാതെ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു രീതിയിൽ ലാസ്റ്റ് ഒരു 3 വർഷം 21.9%, 22% അകത്ത് നമുക്ക് നിക്ഷേപത്തിന് നേട്ടം തന്നിട്ടുള്ള, അതേസമയം തന്നെ അതിൻ്റെ ബെഞ്ച് മാർക്ക് വെറും 16.5% നേട്ടം തന്നപ്പോഴാണ് ഈ 22% അടുത്ത് നേട്ടം തന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് കാര്യമായിട്ടുള്ള റിസ്ക് എടുക്കാതെ വലിയ വൊളാറ്റിലിറ്റി ഇല്ലാതെ വളരെ മികച്ച സ്റ്റോക്ക് പിക്കിംഗ് അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺ വളരെ മികച്ചതായിട്ടുള്ള ഈ ഫണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടുകളിലൊരു ഫണ്ടാണ്. 1.3 ലക്ഷം കോടി രൂപയാണ് ഇതിൽ ഇപ്പോഴത്തെ AUമായിട്ടുള്ളത്. എൻ്റെ റിട്ടയർമെൻറ്റ് ഗോളുമായിട്ട് ബന്ധപ്പെടുത്തി കുറേ കാലമായിട്ട് ഞാൻ നിക്ഷേപിച്ചു വരുന്ന എൻ്റെ പോർട്ട്ഫോളിയോയിലെ ഏറ്റവും മികച്ച
റിട്ടേൺ തന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫണ്ടുകളിൽ ഒന്നാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം നിക്ഷേപം ആഗ്രഹിക്കുന്ന, ഒരു ലോങ് ടേമിലേക്ക് വെൽത്ത് ബിൽഡിങ്ങിനായിട്ടോ റിട്ടയർമെൻറ്റിനായിട്ടോ ഒക്കെ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയ്ക്കും നിങ്ങളുടെ ഗോളുകൾക്കും അനുസരിച്ച് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, പേഴ്സണൽ ഗോൾ പ്ലാനിങ് നടത്തുന്നതിനായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ കോൺടാക്ട് നമ്പർ 8848030018 ആണ്. വാട്സപ്പിലാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നത്. ഒരു കാരണം വെച്ചാൽ ഇതൊരു ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഒരു കഴിവും അറിവും അനുസരിച്ച് നിങ്ങൾ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഫണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനും നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനും നിങ്ങളുടെ ഗോളുകൾക്കും മാച്ച് ചെയ്യുന്ന ഒരു ഫണ്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഫണ്ടിനെ കൺസിഡർ ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ള ഫണ്ടുകളും കൂടെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഒരു ഗോൾ ബേസ്ഡ് ആയിട്ട് ഒരു പ്ലാനിങ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് റുപ്പി ബാങ്കിന്റെ സഹായം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ സീരീസിലെ 2 മറ്റു നല്ല വീഡിയോകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളുമായിട്ടോ മറ്റുള്ള പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങളുമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡയറക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848030018 ആണ്.